തൃശൂരിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി ടി എൻ പ്രതാപൻ സേവ് സീറ്റ് ലക്ഷ്യമിട്ടതോടെ സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. മണലൂർ, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഗുരുവായൂർ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കാനാണ് പ്രതാപന്റെ നീക്കം. കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പിൽ DCC അധ്യക്ഷൻ കോഴ വാങ്ങിയെന്ന കൗൺസിലർ ലാലി ജെയിംസിന്റെ ആരോപണം. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ കൂട്ടരാജി. തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ പ്രതിരോധത്തിലായിരിക്കുന്ന വേളയിലാണ് ടി എൻ പ്രതാപന്റെ പുതിയ നീക്കങ്ങൾ നേതൃത്വത്തിന് തലവേദനയാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപൻ സേഫായ മണ്ഡലം തിരയാൻ തുടങ്ങിയതോടെ സ്ഥാനാർത്ഥി തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളടക്കം വഴിമുട്ടിയിരിക്കുകയാണ്. മണലൂർ, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഗുരുവായൂർ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കാനാണ് ടി എൻ പ്രതാപന്റെ നീക്കം. മുതിർന്ന നേതാക്കൾ രംഗത്തിറങ്ങിയാൽ സീറ്റ് ആവശ്യത്തിൽ നിന്നും പിന്മാറണമെന്ന് യുവനേതാക്കൾക്ക് പ്രത്യേക നിർദ്ദേശവും നേതൃത്വം നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജെനീഷ് കൊടുങ്ങല്ലൂർ സീറ്റിൽ മത്സരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കെയാണ് കൊടുങ്ങല്ലൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ ലക്ഷ്യം വെച്ച് ടി എൻ പ്രതാപന്റെ നീക്കം. മാത്രമല്ല, ഗുരുവായൂർ സീറ്റിനെ ചൊല്ലി UDF നേതൃത്വത്തിനുള്ളിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ കലഹം രൂക്ഷമായിരിക്കുന്ന വേളയിൽ ഗുരുവായൂർ സീറ്റിലും ടി എൻ പ്രതാപന് കണ്ണുണ്ടെന്നാണ് വിവരം. ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ അവിടെ K മുരളീധരനെ മത്സരിപ്പിക്കാനാണ് DCC നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. മുരളീധരനേക്കാൾ വിജയസാധ്യത ഗുരുവായൂരിൽ ടി എൻ പ്രതാപനാണെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഗുരുവായൂർ സീറ്റിനായി മുരളീധരനും ടി എൻ പ്രതാപനും തമ്മിൽ ബലപരീക്ഷണം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരന് വേണ്ടി ടി എൻ പ്രതാപൻ മത്സരരംഗത്ത് നിന്നും പിന്മാറിയിരുന്നുവെന്നും ഗുരുവായൂർ സീറ്റിനായി ആ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നുമാണ് പ്രതാപനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്. ജനം, തൃശൂർ.